ലക്കിയൊരു ജംഗ്ഷൻ തന്നെയാണ് ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം പോകുന്ന റൂട്ടിൽ, അതായത് ട്രിവാൻഡ്രം കൊല്ലം ഹൈവേ തന്നെ ആലങ്കോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനാണിത്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണാം അവിടെ, സോറി ഇപ്പോൾ അത് ഗ്യാസ് വണ്ടിയാണ്, അതിൻ്റെ ബാക്കിലും കാണാം നമ്മുടെ ആലങ്കോട് പള്ളിയാണത്. ശരിക്കും നല്ല ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്കും ബാക്കി എല്ലാവർക്കൊക്കെ അറിയാം ആലങ്കോട് എന്താ സ്പെഷ്യൽ എന്ന്. ആലങ്കോട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല മട്ടൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. അതിലൊരു കടയാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ, അതായത് ഹോട്ടൽ സെൻറ്റർ. ആലങ്കോട് ജംഗ്ഷനിൽ തന്നെയുള്ള ഹോട്ടൽ സെൻറ്ററാണ്. പക്ഷേ ഇത് ശരിക്കും ഇതിൻ്റെ ഫേമസ് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലപ്പേര് കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. ആലങ്കോട് സെൻറ്റർ എന്നാണ് പറയുന്നത്. ബാക്കി മട്ടൻ്റെ വിശേഷങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അറിയാമല്ലേ. വായോ. നമസ്കാരം. ഇതാണ് നിസാമുക്ക, നമ്മുടെ ഈ കടയുടെ ഓണറാണ്. എന്തായാലും ഇത്തിരി തിരക്കുണ്ട്. എന്തൊക്കെ ഉണ്ട് വിശേഷം? പേരന മുഹമ്മദ് അല്ലേ? അപ്പോൾ ഇക്ക നമ്മൾ ഇപ്പം ശരിക്കും എന്താ പറയുക, എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്ന ആലങ്കോട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് മട്ടൻ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് ഇക്ക. ശരിക്കും നമ്മുടെ ഈ ആലങ്കോട് സെൻറ്റർ തുടങ്ങിയിട്ട് എത്ര നാളായി? 30 വർഷമാണ്. 30 വർഷമായല്ലേ? അപ്പോൾ ആരായിട്ടാണ് തുടങ്ങിയത്? വാപ്പയാണ്. വാപ്പശിയായിട്ടല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ശരിക്കും എന്താണ് നമ്മുടെ ഇവിടെ ആലങ്കോട് മട്ടൻ, ഈ മട്ടൻ വിഭവങ്ങളൊക്കെ ശരിക്കും ഇവിടെ ഫേമസ് ആകാൻ കാര്യമാണ്. കാരണം ഞാൻ പലയിടത്തും പോയപ്പോഴും അറിയണത് നല്ല മട്ടൻ കഴിക്കണം, നല്ല മട്ടൻ്റെ വിഭവങ്ങൾ കഴിക്കണം, ആലങ്കോട് കൊടുത്ത് അവിടെ പൊക്കോ, ആറ്റിങ്ങളായിട്ടുള്ള സ്ഥലത്തോട്ട് പൊക്കോ എന്ന് എല്ലാവരും ഒരു സജഷൻ വെക്കുന്ന അതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മട്ടൻ്റെ വിഭവങ്ങൾ മൊത്തം ഇവിടെ അത്രയ്ക്ക് ഫേമസ് ആകാൻ കാര്യം? ആട് മേടിച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഫ്രഷ് ആട് കട്ട് ചെയ്ത് അല്ല ഫ്രഷ് ആയിട്ട് കൊടുക്കുകയാണ്. എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ അപ്പോൾ മേക്ക് ചെയ്ത് തന്നെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ തുടങ്ങിയ സമയം വരെ തുടങ്ങിയ സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആലങ്കോട് സെൻറ്റർ ഇത് മാത്രമല്ലല്ലോ, ഇത് നമുക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. 3 ബ്രാഞ്ച്. കല്ലമ്പലം 2 ഉണ്ട്. കല്ലമ്പലം 1 ഉണ്ട്. കുറച്ചപ്പുറം കുറച്ചപ്പുറം തന്നെ ഒരു അവിടെ ഫാദർ ഇപ്പോഴും കട നടത്തുന്നുണ്ട്. അവിടെ ഫാദർ ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആലങ്കോട് തന്നെയല്ലേ? ആലങ്കോട് ജംഗ്ഷൻ തന്നെ 2 സെൻറ്റർ ഉണ്ട്. 2 സെൻറ്റർ ഒന്ന് നിസാമിക്കയുടെ വാപ്പിച്ചി നടത്തുന്നതും നിസാമിക്ക നടത്തുന്നത്. അത് രണ്ടുപേരും അടുത്ത് തന്നെ ബിസിനസ്സും ഉണ്ട്. നല്ല ബിസിനസ് ഉണ്ടല്ലേ? അവിടെ തിരക്കൂടാണ്ട് ഒരെണ്ണം കൂടെ തുടങ്ങിയത്. അപ്പോൾ അവിടെയോ നമ്മുടെ കല്ലമ്പലത്ത് 15 വർഷം അവള് തുടങ്ങി. എത്ര? അവിടെ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങിയെന്നുള്ളൂ. അവിടെ ആരാ നോക്കി നിൽക്കാൻ? അവിടെ ഞാൻ തന്നെ നോക്കി നിൽക്കാൻ തന്നെ പോയി വരും. അങ്ങനെയല്ലേ? മേൽനോട്ടത്തിന് ആളുണ്ട്. മേൽനോട്ടത്തിന് ആളുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇന്ന് രാവിലെ എന്നും എത്ര മണിക്ക് തുറക്കുന്നത്? രാവിലെ 7:30 മണിക്ക് തുറക്കും. അപ്പോഴേ കറികളെല്ലാം ആവും. രാവിലെ 7 മണിക്ക് തുറക്കും. എത്ര മണി വരെ ഉണ്ട് നമ്മുടെ കട? രാത്രി 11 മണി വരെ ഉണ്ടാവും. രാത്രി 11 വരെ ഉള്ളൂ. 11 ഉള്ളൂ. അപ്പോൾ രാവിലെ 7:30 മട്ടൻ വിഭവങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. രാത്രി 11:30 വരെ അല്ലേ? അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഇവിടുത്തെ ആലങ്കോട് സ്പെഷ്യലായ മട്ടൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും എല്ലാവരും കൂടി വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒക്കെ നമുക്ക് അടുക്കളയിലോട്ട് പോയി ബാക്കി സംഭവങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ കിച്ചൺ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് സാധാരണ ഹോട്ടലിൽ ഇപ്പോൾ മട്ടൻ സ്പെഷ്യൽ ആണെങ്കിലും അല്ല ചിലരുടെ ബീഫ് സ്പെഷ്യൽ അല്ലെങ്കിൽ കോഴി സ്പെഷ്യൽ അതൊക്കെ എന്തായാലും നമ്മൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും അവിടെ. ഇവിടെ നമ്മുടെ എങ്ങനെയാണ് മട്ടൻ മാത്രമേ ഉള്ളൂ അതോ? മട്ടൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസ് ഉണ്ട്. മട്ടൻ ചാപ്സ്, മട്ടൻ റോസ്റ്റ്, മട്ടൻ കുറുമ, മട്ടൻ ലിവർ ഫ്രൈ, മട്ടൻ ബോട്ടി കുടൽ തോരൻ, പിന്നെ ബ്രെയിൻ തലച്ചോറ് റോസ്റ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ തന്നെയാണോ വെക്കുന്നത്? നമ്മള് മറ്റേ സാധാരണ നമ്മൾ ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ വിറകിലാണ് ഇരിക്കുന്നത്. ഇത് ചൂടാക്കാൻ വേണ്ടിയില്ല, ഇവിടെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. സെക്കൻഡ് ഒന്ന് ചൂടാക്കലാണിത്. അല്ല സാധാരണ ഇപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും അടുപ്പിലായിരിക്കും. ആ ഒരു ടേസ്റ്റിനും രുചിക്കും എല്ലാത്തിനും വേണ്ടി അടുപ്പിലായിരിക്കും. പെട്ടെന്ന് നോക്കിയപ്പോ ഗ്യാസ് അതാ ഞാൻ ചോദിക്കാൻ വന്നു. അപ്പൊ ഇക്ക മനസ്സിലായിട്ട് വീണ്ടും കേട്ട് പറഞ്ഞു. ഇതൊക്കെ എന്തൊക്കെയാന്ന്? മട്ടൻ ചാപ്സ് അല്ലേ? ഇതെന്തൊക്കെ? ഇത് മട്ടൻ റോസ്റ്റ് അല്ലേ? മട്ടൻ ചാപ്സ് മട്ടൻ റോസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇപ്പുറത്തേക്ക് ഇത് മട്ടൻ കുറുമ. നല്ല തേങ്ങാപ്പാലൊക്കെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മട്ടൻ കുറുമയാണ്. ഇത് അത് ബ്രെയിൻ തലച്ചോറ്. ഇത് ചിക്കിയൊക്കെ ഇത് ഇനി ഒന്നുകൂടെ റെഡിയാക്കി ലൈനിൽ കൊടുക്കുള്ളൂ അല്ലേ? തലച്ചോറ്. ഇത് മട്ടൻ ലിവർ അല്ലേ? ഇത് ഫ്രൈ അടിച്ച് എപ്പോഴേ കൊടുക്കും. മട്ടൻ ലിവർ. ഇത് ചിക്കൻ കറി.
ചിക്കൻ കറി എല്ലാം ഉണ്ട്. നാടൻ ചിക്കൻ കറി, നാടൻ കോഴിക്കറി. പിന്നെ ഒരു കാര്യം നല്ല ബിരിയാണിയുടെ മാമനുണ്ട്, പക്ഷെ ചെമ്പ് ഒരു രക്ഷയില്ല. ഇത് എന്ത് ബിരിയാണി? ഇത് നല്ല സ്മെല്ലുണ്ട്, അതാ പറഞ്ഞ കറക്റ്റ് ആയിട്ട്. അത് കാണുമ്പോ തന്നെ എന്താ പറയാ ഇക്ക. പിന്നെ വേറെ കാര്യം, അപ്പൊ ഇക്ക പറഞ്ഞത് നമ്മൾ ഇവിടെ തന്നെ വെട്ടുന്നത്. ശരി, കാണാനൊന്നും അവിടെ ഉണ്ടോ? ഫ്രഷ് ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇക്ക നമുക്ക് നോക്കാലോ അല്ലേ? ഉള്ളില് അവിടെ വെട്ടുന്നുണ്ട്. ഇക്ക അവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വെട്ടലുണ്ട്, പക്ഷെ അത് കാണാണ്ട് എനിക്ക് അടുത്ത് ചോദിച്ചു. ഒരു തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ വെട്ടുന്നുണ്ട്. ഫ്രഷ് സാധനമാണ്. അല്ല, മുട്ടനാട് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്ന അടുപ്പിലാണോ അത് ഇവിടത്തേക്കാണോ? ഗ്യാസ് ഇവിടെ ഉണ്ടാക്കാം. ആണോ? അവിടെ എന്താ വലുതാണോ മൊത്തം? ഇതിപ്പോ നമുക്കായിട്ട് കാണിച്ചു തരണോണ്ട് ഇവിടെ ഇന്ന് ഗ്യാസിൽ ഉണ്ടാക്കുന്നത്. കാരണം അവിടെ വലിയ ഉരുളിയില്ലേ, വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചെടുത്ത് കാണിച്ചു തരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടത്തേക്ക് ഉണ്ടാക്കാം. അപ്പൊ ആടിനെയും കണ്ടു, ആട് വെട്ടുന്നതും കണ്ടു, ഇപ്പൊ എല്ലാം മനസ്സിലായി, എല്ലാം ഫ്രഷ് ആണ് അല്ലേക്ക? അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി ഉണ്ടാക്കിയാൽ ബാക്കി കുക്കിംഗ് അല്ല. എന്തായാലും എനിക്ക് ഇതിന്റെ മുമ്പിലൊക്കെ നിന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്ന് ആരാ ഉണ്ടാക്കി തരാൻ പോണത്? ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കാം. ഇക്ക തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാ പണിയും അറിയാം, പണി പഠിച്ചിട്ടാണ് ചെയ്തത്. മേൽനോട്ട് ഇക്ക തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു മുതലാളിയല്ല അടുക്കളയിലോട്ട് പറയുമ്പോൾ. അപ്പോൾ കുക്കിൻ്റെ വേഷം കൂടി അറിഞ്ഞിട്ടാണ് ഇക്ക ഇവിടെ നിൽക്കുന്നത്. നമുക്കിന്ന് മട്ടൻ്റെ വിഭവം ഉണ്ടാക്കി തരാൻ പോണ ഇക്കയാണ്. അപ്പോൾ ഇക്ക ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കി തരാൻ പോണേ? മട്ടൻ ചാപ്സ്, മട്ടൻ കറി. മട്ടൻ ചാപ്സ് അല്ലേ? മട്ടൻ ചാപ്സ് നിസാമിക്കയുടെ ഇവിടെ നോക്കുന്നത് മട്ടൻ ചാപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങി. എണ്ണ പ്യൂർ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അല്ലേ? നമ്മളാട്ടുന്ന അതോ മാട്ടുന്നല്ല, മില്ലിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ് ഒഴിക്കാമല്ലോ. അളവ് ഉദ്ദേശ അളവാണ്. എല്ലാവരും ഊഹക്കണക്ക് കറക്റ്റ് ആയിരിക്കും. അതാണ് നല്ല എപ്പോഴും ഇങ്ങനെ 1, 2 ഇടുമ്പോഴും ഇതില്ല. നമ്മൾ പെട്ടെന്ന് ചിലവരൊക്കെ ഉണ്ട്, ചില കുക്കൊക്കെ പെട്ടെന്ന് ഒരു ഊഹമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ വാരത്ത് വിടും, പക്ഷെ ഉഗ്ര ടേസ്റ്റ് ആയിരിക്കും. ആയിക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. 5 കിലോ മട്ടനാണെന്ന് വെക്കാൻ ഉദ്ദേശം. 5 കിലോ മട്ടനുള്ള സവാളയാണിത്.